വെട്ടന്യൂസ് എക്സ്പ്രസിലേക്ക് സ്വാഗതം. എൻഡിഎ ഭരണത്തിന്റെ തണലിൽ നടക്കുന്ന ജനദ്രോഹ ഭരണത്തിനെതിരെ എസ്ഡിപിഐ രാജ്യവ്യാപകമായി നടത്തുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി എസ്ഡിപിഐ തിരൂർ മണ്ഡലം കമ്മിറ്റി തിരൂരിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പൊതുതെരഞ്ഞെടുപ്പിന്റെ എല്ലാ ചട്ടങ്ങളും പാലിച്ചുകൊണ്ട് നടന്ന സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വിദ്യാർത്ഥികൾക്ക് കൗതുകത്തോടൊപ്പം ജനാധിപത്യ പ്രക്രിയയിൽ എങ്ങനെയാണ് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നതെന്നറിയാനുള്ള അവസരമായി. പറവണ സലഫി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് സോഷ്യൽ ക്ലബിന്റെ നേതൃത്വത്തിൽ ക്ലാസ് ലീഡർ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് ഒരു പൊതു തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഘട്ടങ്ങളും സംവിധാനങ്ങളും ഒരുക്കി നടത്തിയത്. പൊട്ടിപ്പൊളിഞ്ഞ കുറുവട്ടിശ്ശേരി കാട്ടിലങ്ങാടി റോഡ് അറ്റകുറ്റപ്പണികൾ നടത്തി ഗതാഗത യോഗ്യമാക്കണമെന്ന് എസ്ഡിപിഐ ഓണക്കാട് ബ്രാഞ്ച് കമ്മിറ്റി ആവശ്യപ്പെട്ടു. കൊടക്കൽ ടൈറ്റൽ ഫാക്ടറിയിലെ മിച്ച ഭൂമിയിൽ നിന്നും ലഭ്യമായിട്ടുള്ള ഭൂമിയുടെ പട്ടയം ലഭിച്ച് 2 വർഷമായിട്ടും നികുതി അടയ്ക്കാൻ സാധിക്കാത്ത 80ഓളം കുടുംബങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ അത് സാധ്യമാക്കുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ നിയമസഭയിൽ അറിയിച്ചു. തിരൂർ ജില്ലാശുപത്രി ഗേറ്റിന് സമീപം നിർത്തിയിട്ട ബൈക്ക് മോഷണം പോയതായി പരാതി. മുത്തൂർ സ്വദേശി പട്ടയത്ത് മധുവിന്റെ ഉടമസ്ഥതയിലുള്ള KL 55F4387 എന്ന നമ്പറിലുള്ള പാഷൻ പ്രോ ബൈക്കാണ് മോഷണം പോയത്. ഉത്തരേന്ത്യയിൽ നടക്കുന്ന ആൾക്കൂട്ട കൊലകൾക്കെതിരെ ഫാസിസത്തെ ചെറുക്കുക എന്ന മുദ്രാവാക്യമുയർത്തി ദേശവ്യാപകമായി എസ്ഡിപിഐ നടത്തുന്ന പ്രതിഷേധങ്ങളുടെ ഭാഗമായി താനൂർ മണ്ഡലം കമ്മിറ്റിക്ക് കീഴിൽ താനാളൂരിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. കേരളത്തിലെ ഏറ്റവും വലിയ തിയേറ്ററുകളിൽ ഒന്നായ തിരൂർ ഗയാം തിയേറ്റർ പ്രദർശനം നിർത്തി. ഇനി പുതിയ രൂപത്തിലും പുതിയ സാങ്കേതിക വിദ്യയിലും വീണ്ടും തുറക്കും. ലിസ്റ്റിൻ സ്റ്റീഫന്റെ ഉടമസ്ഥതയിലുള്ള മാജിക് ഫ്രെയിംസ് തിയേറ്റർ ഏറ്റെടുത്തു. 38 വർഷം മുൻപ് നടൻ മമ്മൂട്ടി മുഖ്യാതിഥിയായിട്ടായിരുന്നു തിയേറ്റർ ഉദ്ഘാടനം ചെയ്തത്. ഒഴൂർ പഞ്ചായത്തിൽ കുറുക്കന്റെ പരാക്രമം തുടർക്കഥയായി മാറി. ഞായറാഴ്ച 7 വയസ്സുകാരിയായ വിദ്യാർത്ഥിനിയെ കടിച്ച് പരിക്കേൽപ്പിച്ചതിന് പുറമെ കഴിഞ്ഞ ദിവസം 2 പേർ കൂടി കുറുക്കന്റെ ആക്രമണത്തിന് വിധേയരായി. ഒഴൂർ പഞ്ചായത്തിലെ പല ഭാഗങ്ങളിലും തെരുവു നായ്ക്കളുടെയും കുറുക്കന്മാരുടെയും ശല്യം രൂക്ഷമായിട്ടുണ്ട്. താനൂർ 2024-25 താനൂർ റോട്ടറി ക്ലബിന്റെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം വ്യാഴാഴ്ച നടക്കുമെന്ന് റോട്ടറി ക്ലബ്ബ് ഭാരവാഹികൾ താനൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തിരൂർ ജില്ലാശുപത്രിയിലെ അപകടാവസ്ഥയിലായ ഇ ബ്ലോക്ക് കെട്ടിടം പൊളിച്ചു മാറ്റാൻ സംസ്ഥാന സർക്കാർ ഉത്തരവിട്ടു. ജില്ലാ പഞ്ചായത്തിന് അനുമതിയോടെ കെട്ടിടം പൊളിച്ചു മാറ്റാൻ നടപടി ആരംഭിച്ചു. അകാലത്തിൽ പൊലിഞ്ഞുപോയ പ്രിയ കൂട്ടുകാരന്റെ ഓർമ്മകൾ എന്നും നിലനിൽക്കാൻ ചരിത്ര പഠനത്തിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്ന വിദ്യാർത്ഥിക്ക് എൻഡോമെന്റും പുരസ്കാരവും ഏർപ്പെടുത്തി സഹപാഠികൾ. തൃപ്രങ്ങോട് സ്വദേശിയും അധ്യാപകനുമായിരുന്ന TK സുധീഷിന്റെ സ്മരണയ്ക്കായാണ് +2 ഒപ്പം പഠിച്ചിരുന്ന സുഹൃത്തുക്കൾ എൻഡോമെന്റ് ഏർപ്പെടുത്തിയത്. തിരൂരിൽ പോലീസ് തലപ്പത്ത് വൻ മാറ്റങ്ങൾ. CIയും SIയുമായി എത്തുന്നത് പുതിയ ഉദ്യോഗസ്ഥർ. നേരത്തെ DYSP ആയിരുന്ന KM ബിജു അതേ കസേരയിൽ തിരിച്ചെത്തും. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.